Manorama Hortus for conducting and bringing people, talent and commitment. ഇവിടെ വരാൻ കഴിഞ്ഞതിൽ സന്തോഷം. ചേട്ടൻ്റെ കൂടെ, ശ്രീവത്സൻ ചേട്ടൻ്റെ കൂടെ ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഗ്രഹമാണ്. താങ്ക് യു സോ മച്ച് ചേട്ടാ. ആൻഡ് താങ്ക് യു എവ്രി വൺ. താങ്ക് യു ഫോർ ബീങ് എ പാർട്ട് ഓഫ് ദിസ് മനോരമ ഫാമിലി. എവ്രി വൺ താങ്ക് യു. വെൽക്കം. സ്റ്റീഫൻ തുടങ്ങുകയാണ്. സ്റ്റീഫൻ്റെ നല്ലൊരു പീസ് കേട്ടിട്ട് നമുക്ക് കൂടുതൽ സംസാരിക്കാം, കൂടുതൽ സംഗീതത്തിലേക്ക് വരാം. താങ്ക് യു. എനിക്ക് കുറച്ചുകൂടി ഗെയിൻ തരൂ, വോക്കൽ മോണിറ്റേഴ്സ്, കുറച്ച് റിവേർബ്, മോണിറ്റർ തരും, മോണിറ്റർ, കുറച്ച് ബേസ്. താങ്ക് യു. റിവേർബ്സ് തരണേ. കുറിഞ്ഞി എന്നുള്ള അല്ലെങ്കിൽ കുറിഞ്ചി എന്നുള്ള പാലയിലാണ് നമ്മൾ ആ ലാൻഡ്സ്കേപ്പിലാണ് നമ്മൾ ഇരിക്കണേ. കുറിഞ്ചിയുടെ അവിടെ ഇരിക്കുമ്പോൾ സ്റ്റീഫൻ എന്നോട് പറയായിരുന്നു, കുറിഞ്ചിയിലാണ് നമ്മൾ എത്തിയത്. അപ്പോൾ ഇത് മുഴുവൻ ഈ വായിച്ചത് കുറിഞ്ചിപ്പാലയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് ഞാൻ കരുതട്ടെ. ഞങ്ങളിപ്പോൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്, പാട്ടായിട്ട് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഒരു സാധാരണ ഒരു ഗണപതി സ്തുതി കച്ചേരികളിലോ അല്ലെങ്കിൽ മേളങ്ങളിലോ ഒക്കെ തന്നെ ഒരു ഗണപതി കൈ അല്ലെങ്കിൽ ഗണപതി പാട്ട്, ഗണപതി സ്തുതി, അതിൽ തുടങ്ങാം. കർണാടക സംഗീതജ്ഞനാണ് ഞാൻ. അതിനുശേഷം നമുക്ക് സംഗീതത്തിൻ്റെ സ്വഭാവം മാറ്റാം. അപ്പോൾ ആദ്യം നാട്ട രാഗത്തിൽ ഒരു ഗണപതി സ്തുതി, അതിൻ്റെ ഒരു പല്ലവി, സ്റ്റീഫനും അതിനോടൊപ്പം ചേരുന്നുണ്ടാവും. ആദിതാളം, ദീക്ഷിതർ കൃതി നിങ്ങൾക്ക് പരിചിതമായ കൃതിയാണ്.
महागणपतिं मनसा स्मरामि महागणपतिं मनसा स्मरामि महागणपतिं मनसा स्मरामि महागणपतिं मनसा स्मरामि महागणपतिं वसिष्ठवामदेवादिवन्दितं महागणपतिं वसिष्ठवामदेवादिवन्दितं महागणपतिं मनसा स्मरामि स्मरामि महादेवसुतं महादेवसुतं गुरुगुहनुतं महादेवसुतं सानि मम महादेवसुतं गम पम मम पनि पनि सनि मम महादेवसुतं नि सरि 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 गम पनि पम गम पनि म पनि पम पनि नि म पनि नि सा सा नि सरि सरि रि रि गा 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 म पम ग म रि स प म ग म रि स नि सरि स नि स म म रि रि स नि सरि स नि रि स नि प म ग म प नि सरि स नि स नि प नि प म म ग देवसुतं मनि पम मनि पम ग म रि स रे ग म प प प नि स नि प नि प म प म ग म रे स नि स स रे रे ग ग म प स रि स नि नि स नि प प नि प म ग म प म प सरि स नि रि स नि प म ग म म प नि प स स स नि रि स नि प म म ग म प स स स स नि 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 प प प ग म प स स नि नि प प ग म प स रि स स नि स नि प म ग म प म म रि रि स स नि नि प प म म ग म प म प स प म ग म प नि स रि ग म प म म प म प म प म प म प म प नि प म प नि नि प म प नि
sa ni ba ma pa ri sa ni sa ba sa ri sa ni sa ba ma ba ga ma pa ma pa ni sa ri sa ri ga ma ga ma ri ni sa ri sa ni sa ma ri sa ni sa ri sa ni sa ri sa ni sa ri sa ni ba ma ga ma pa ni ma pa ni sa ri ma ri sa ni ba ma ga ma pa ni sa ma ri sa ni ba ma pa sa ni ba ma pa ma ri sa ni ba ma ri sa ni ba ma ri sa ni ba ma sa ni ba ma pa sa ri sa ni ba ni sa ni ba ma pa ni ba ma ri sa re ga ma pa sa re ga ma pa ga ma pa ni sa ni ma ri sa ni ba ri sa ni ba ma sa ni ba ma pa ma ri sa ni ba ma ma ri sa ni ba ma ri sa ni ba ma sa ni ba ma pa ri sa ni ba ma sa ni ba ma pa ga ma pa ni ma ri sa ni ba sa ni ba ga ma pa ni ma ga deva sutam വിത്ത് നോ റിഹേഴ്സലാ ഞങ്ങളിതൊക്കെ ഡിസ്കസ് ചെയ്തൊരു 5 മിനിറ്റ് മുമ്പേ തോന്നുന്നു അല്ലേ? താങ്ക് ഗോഡ്. സ്റ്റീഫൻ, ഞാനിപ്പോൾ പാടുമ്പോഴേ ഇപ്പോൾ നീ സരി സരി എന്ന് പാടുമ്പോൾ എനിക്ക് തന്നെ ഉറപ്പില്ല ഈ എപ്പോഴാണ് ഈ രീ ശരിയായിട്ടാണോ വരണേ. ഗ ഗ ഗ ഗ മ പ മ ഗ മ രി സ സ പിന്നെ സ സ പ. അപ്പോൾ നമുക്ക് തന്നെ ഉറപ്പില്ല എൻ്റെ ശബ്ദത്തിൽ നിന്ന് ഈ സ പ എന്നുള്ളത് സുസ്വരമായിട്ടാണോ വരണത്, ശുദ്ധമായിട്ടുള്ള സ്വരങ്ങളാണോ വരണത്. ഒരു നോട്ട് പിടിക്കാൻ പോലും നമുക്ക്. ആൻഡ് സോ എവറി ടൈം നമ്മളത് പാടുമ്പോൾ ആ സ്വരം തന്നെ വരണമേ എന്നുള്ള പ്രാർത്ഥനയോടെയാണ് അത് പാടുക. പക്ഷേ കീബോർഡിൽ എൻ്റെ സംശയം എന്താ വെച്ചാൽ കീബോർഡിൽ ദ നോട്ട്സ് ആർ ഫിക്സ്ഡ്. അപ്പോൾ എന്താണ് മ്യൂസിക്കിൽ സ്റ്റീഫൻ്റെ ഒരു വാട്ട് ഈസ് ദ സ്പിരിച്വൽ കണക്ട് ദാറ്റ് യു ഗെറ്റ്? ഞാനിപ്പോൾ പാടുന്ന എനിക്ക് ഇത്രയും ദൂരം സഞ്ചരിക്കാനുണ്ടെന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. സ്റ്റീഫൻ എന്താണ് ആ നോട്ട് പിടിക്കുമ്പോൾ എന്താണ് മനസ്സിലുള്ളത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വ്യത്യാസം കീബോർഡിലും അല്ലെങ്കിൽ തൊണ്ട ഇലക്ട്രോണിക് അല്ലെങ്കിൽ തൊണ്ട പിയാനോ, ഞാനതിലൊരിക്കലും ഇപ്പോൾ ഇലക്ട്രോണിക്കായിട്ട് കാണില്ല. ഞാനിപ്പോൾ ഒരു പിയാനോ ഉണ്ടച്ചാൽ എനിക്ക് കുറച്ചുകൂടി ഞാൻ വേറെ രീതിയിൽ എനിക്ക് സംസാരിക്കാം, വേറെ രീതിയിൽ എനിക്ക് വായിക്കാം. ഇതിപ്പോൾ ജസ്റ്റ് ബിക്കോസ് ഇറ്റ്സ് ഇലക്ട്രോണിക് ദർ ആർ ലിമിറ്റേഷൻസ്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ചേട്ടന് ഒരു സാ അല്ലെങ്കിൽ ഒരു നോട്ടിൽ ചെറിയ വേരിയേഷൻ കൊടുത്താലും അതിലൊരു വിബ്രാറ്റോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു എനിക്ക് വിബ്രാറ്റോ എന്ന് പറഞ്ഞ സാധനമില്ല. എനിക്കുള്ളത് വിബ്രാറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയോ, അത് ഇപ്പോൾ സാ ഇത് പ്ലെയിൻ നോട്ടാണ്. സാ രീ ചെറിയ അത് ആക്ച്വലി നമ്മുടെ മനസ്സിനെ കണക്ട് ചെയ്യുന്ന ചില ഫ്രീക്വൻസി ആ വിബ്രാറ്റോയിൽ സംഭവിക്കുന്നുണ്ട്. ആക്ച്വലി നമ്മളറിയുന്നില്ല. ഒരു പാട്ട് ആസ്വദിക്കുന്നത് ചില ന്യൂആസൻസ് കൂടുമ്പോഴാണ്, ചില റെസോണൻസ് വരുമ്പോഴാണ് ആ പാട്ടിന് ഭംഗി കൂടുന്നത്. അസലായിട്ട് പാടണമെന്ന് പറയണത് വെറുതെ കുറേ നല്ല നോട്ടുകൾ വായിക്കണതല്ല. ഇപ്പോൾ ചേട്ടൻ ഇപ്പം പാടിയതിൽ നോട്ട്സ് ഗംഭീരമായിട്ട് ടെക്നിക്കലി ചെയ്തതിന് അപ്പുറമായിട്ട് ചേട്ടൻ ഒരു റെസോണൻസ് തൊണ്ടയിൽ കൂടെ വരുന്നുണ്ട്. അത് തൊണ്ടയും നമ്മുടെ എനർജിയും എല്ലാം കണക്റ്റഡ് ആണ് ആക്ച്വലി. സോ മ്യൂസിക്കിന് അങ്ങനെ ഒരു അപാരമായൊരു ശക്തിയുണ്ട്. നമ്മളറിയാത്ത കുറേ നമ്മുടെ കറക്റ്റ് പറഞ്ഞാൽ വൈബ്രേഷൻ അല്ലെങ്കിൽ കുറേ റേ നമ്മുടെ ഉള്ളിൽ പോവും. ഇപ്പം എഫ് എം നമ്മൾ കേൾക്കുന്നില്ല, നമ്മൾ കാണാൻ പറ്റുന്നില്ല എഫ് എമ്മിൻ്റെ ഫ്രീക്വൻസി. പക്ഷേ നമ്മളൊന്ന് ട്യൂൺ ചെയ്യുമ്പോൾ കണക്റ്റായി വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാണാത്ത പല ഫ്രീക്വൻസിയും ഇതിലെ കൂടെ പോകുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഈ ശബ്ദത്തിൽ നിന്നുണ്ട്. പിയാനോയ്ക്ക് എന്താണെന്ന് വെച്ചാൽ പിയാനോയുടെ ഏറ്റവും വലിയ
ശക്തി അല്ലെങ്കിൽ അക്കോസ്റ്റിക് പിയാനോയുടെ ശക്തി എന്ന് പറയുന്നത് ഡൈനാമിക്സ് ആണ്. ഡൈനാമിക്സ് ഉണ്ട്, പിന്നെ ഇത്രയും സ്ട്രിങ്സാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഓരോ സ്ട്രിങ് വായിക്കുമ്പോഴും മറ്റുള്ള സ്ട്രിങ്ങിൻ്റെ ചെറിയ അംശങ്ങൾ പുറത്തേക്ക് വരുമ്പോഴാണ് അത് തട്ടുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ദൈവികം എന്ന് പറയണത് ഒരു നോട്ടിൽ തന്നെ പല ഡൈനാമിക്സ് വരുമ്പോഴാണ്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ മെഡിറ്റേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, മ്യൂസിക്കൽ മെഡിറ്റേഷൻ ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഒരു നോട്ടിൽ എൻ്റെ ഫോക്കസ് മുഴുവനാക്കും. എനിക്കറിയില്ല നിങ്ങൾക്ക് എങ്ങനെ ഒരു ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ തലയിൽ എന്താ വരുന്നത് എനിക്കറിയില്ല. പക്ഷേ ഞാൻ കണ്ണടച്ച് കഴിഞ്ഞാൽ ഒരു നോട്ട് എൻ്റെ അതൊരു റേ ആയി മാറും, ചിലപ്പോൾ ഒരു ശക്തിയായി മാറും, ചിലപ്പോൾ ഒരു വെളിച്ചമായി മാറും. എന്നിട്ട് ഞാൻ ഓരോ ഫ്രീക്വൻസിയിൽ അതിങ്ങനെ കയറും. എന്നിട്ട് അടുത്തൊരു നോട്ടിനെ ഞാൻ അതിനെ കവർ ചെയ്യും. ടോണിക്കിനെ അവിടെ നിർത്തും, അവൻ ബേസിക് നോട്ടിനെ അവിടെ നിർത്തിയിട്ട് അതിനെ മുഴുവൻ കവർ ചെയ്യും മറ്റുള്ള നോട്ട്സ് വെച്ചിട്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഡിവൈൻ ശക്തി എനിക്ക് കയറണമാതിരി, അല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടുന്നുണ്ട് ഒരു നോട്ടിൽ. അപ്പോൾ ആ ഡൈനാമിക്സ് ആണ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ കറക്റ്റാണ്. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ സ്റ്റീഫൻ ഇപ്പോൾ വായിക്കുമ്പോൾ തന്നെ ഇത് നമ്മുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഇപ്പോൾ പിടിക്കുകയാണ്, സരീ ആണ് നമ്മൾ നാട്ടയിൽ പാടിയത്. സരീ പമഗമരി ഗമരി. ഇത് സാന്റെയും രി എന്നുള്ള ആ നോട്ടിൻ്റെ ഇടയിലുള്ളൊരു നോട്ടാണ്, അതിൻ്റെ റെസൊണൻസ് ആണ്. ഇപ്പം നമ്മളതിനെ ഗമകം, ഗൗള എന്ന് പറഞ്ഞിട്ടൊരു രാഗമാണത്. സരീ, ഞാൻ സാധനം തന്നെയാണ് അത് പാടണേ. സരി മമ പനി പമ ഗമരി ഗമരി. രി രി സ നി പ നി സ. വേറൊരു ഋഷഭം പാടാം. സരി മ പ നി സ സ നി പ മ രെ നി സ നി സ രി പ രെ നി സ മ പ നി പ മ പ നി പ നി സ രെ പ മ നി പ മ രെ. രംഗ പൂര വിഹാര രംഗപുര വിഹാര രംഗപുര വിഹാര. ആ
ദൈവികമായ കൃതി എടുക്കുകയാണ്. അതിന് മധ്യമാവധിയിൽ ഇപ്പം ഞാൻ പാടിയത്. പക്ഷേ ഇപ്പോൾ ഇത് തന്നെ സ്കെയിൽ ചൽ ഛയ്യ 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 ചൽ ഛയ്യ 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 ഛയ്യ. ഇതേ മധ്യമാവധിയാണ്. പക്ഷേ നമ്മളതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മാറ്റുകയാണ്. ഇപ്പോൾ സ്റ്റീഫനും ഞാനുമൊക്കെ സംഗീതം മ്യൂസിക്കായിട്ട് ചെയ്യണ സമയത്ത് നമുക്ക് ട്രഡീഷണലായിട്ട് ഇപ്പോൾ സ്റ്റീഫന് ഒരു സിംഫണിക് ഓർക്കസ്ട്ര എല്ലാ സംഗീതത്തിനും പാട്ടിനും ചിലപ്പോൾ ചെയ്യാൻ സാധിക്കില്ല. കാരണം സിനിമയുടെ ഫങ്ഷൻ വേറെയാണ്. സിനിമയ്ക്ക് ഇമേജസിനായിട്ട് നമ്മൾ ഫങ്ഷനിലായിട്ട് എപ്പോഴും അങ്ങട് ഇമേജ് എന്താണോ അതിന് വേണ്ട മ്യൂസിക് കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ ഛയ്യയും മധ്യമാവധിയിൽ ചെയ്യും. കർണാടക സംഗീതം പോലെ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി സംഗീതം ആവശ്യമുള്ള സമയത്ത് അതിൻ്റെ ഒരു ടോണൽ ക്വാളിറ്റി കൊണ്ടുവരും. അതിൻ്റെ റെൻഡിഷൻ സ്റ്റൈൽ മാറും. ആ രാഗത്തിനെ ട്രീറ്റ് ചെയ്യുന്ന രീതികളൊക്കെ മാറും. ഈ ചേട്ടൻ ഈ പറഞ്ഞ ഈ രാഗം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു വെസ്റ്റേൺ നെയിം ഇസ് 4th added 7th എന്ന ഈ ഒരു ഫീലിന് പറയാം. 4th നമുക്ക് സസ്പെൻഡഡ് 4th എന്ന് പറയും. ഇതൊരു കോഡാണ്. എൻ്റെ വെസ്റ്റേൺ രീതി നോക്കുകയാണെങ്കിൽ 4th added 7th. ഇതിനൊരു ഭയങ്കര ഡിവൈനാണ് ആക്ച്വലി. ഇത് നമ്മുടെ സംഗീതത്തിൽ ട്രയാഡ് എന്ന് പറഞ്ഞിട്ട് കോഡുണ്ട്. കോഡെന്ന് പറയുമ്പോൾ മേജർ മൈനർ. മേജർ എപ്പോഴും സന്തോഷമാണ്. അങ്ങനത്തെ ഒരു അത് മേജർ ഹാപ്പിനെസ്. പിന്നെ മൈനർ സാഡ്. അത് മൈനർ കോഡാണ് ആക്ച്വലി. അതിൻ്റെ മേതെ വേറൊരു കോഡ് നിൽക്കും. അപ്പം മേജറും മൈനറും ആണും പെണ്ണും എന്ന് പറയുന്നൊരു സാധനമാണ് ആക്ച്വലി. അല്ലെങ്കിൽ രണ്ട് വേർതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞത്, തെറ്റിദ്ധരിക്കേണ്ട. മേജർ ഹാപ്പിനെസ് മൈനർ അത് ഏത് വേണേലും കണക്കിലെടുക്കാം. പക്ഷേ ഈ 4th എന്ന് പറയുമ്പോൾ സസ്പെൻഡഡായി. നിങ്ങൾക്കിപ്പോൾ സന്തോഷിക്കണോ വിഷമിക്കണോ എന്നറിയാത്തൊരു കെട്ടാണ് ഇതിൻ്റെ ഇമോഷൻ ആക്ച്വലി. സന്തോഷമാണോ അല്ല, വിഷമമാണോ അതുമല്ല, എന്തിൻ്റെയോ ഇടയിലൊരു വികാരമാണ് ആക്ച്വലി. അപ്പോൾ സസ്പെൻസ് എന്ന് പറയും. സസ്പെൻസ് എന്ത് വേണമെങ്കിലും ആവാം ആക്ച്വലി. അത് ഹോണ്ടിങ് ആവാം. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ടോൺ മാറ്റിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇട്ടപ്പോൾ വേറെ ആയില്ലേ, അതിലൊരു പ്രൗഢവും ഗാംഭീര്യമായി. പക്ഷെ അത് സസ്പെൻഡഡാണ് ആക്ച്വലി. അതിൽ സന്തോഷമില്ല, എന്നാൽ സങ്കടമില്ല ആക്ച്വലി. ഇറ്റ് ഈസ് ബിറ്റ്വീൻ ദാറ്റ്. അത് സസ്പെൻസ് പറയും. സോ ഇത് എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്യും. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ അതിനൊരു പ്യൂരിറ്റി, ഒരു ദൈവികം ഉണ്ട്. വൺ ഓഫ് ദ ബെസ്റ്റ് ഫോക്സിങ് സോങ് ആണ് ഛയ്യ. അതൊരു റഹ്മാൻ സാറ് അതിന്നായിരിക്കും ചിലപ്പോൾ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അത് ആ സസ്പെൻസിൽ നിൽക്കും. അതെ. അപ്പോൾ ഞങ്ങളുടെ അത് സസ്പെൻസ്. നമുക്ക് ഇപ്പോൾ സ്റ്റീഫൻ ഇത് പറഞ്ഞില്ലേ, ഇപ്പം മേജർ തന്നെ നമുക്ക് കുറിഞ്ചി ആയതുകൊണ്ട് നമുക്ക് കുറിഞ്ചി എന്ന് പറയുന്നത് കുറിഞ്ചിപ്പാലയിൽ കുറിഞ്ചി തന്നെയാണ് അതിൻ്റെ സംഗീതവും. അതായത് ഈ തമിഴ് സംഘം ഏജിലുള്ള ഹീറോയിക് പോയിട്രിയിൽ 5 തരം തിണകളാണ്. അതിലൊരു തിണയിലാണ് നമ്മളിരിക്കുന്നത്, കുറിഞ്ചിയിലാണ് നമ്മളിരിക്കുന്നത്. അപ്പോൾ കുറിഞ്ചി രാഗത്തിൽ തന്നെ കുറിഞ്ചിപ്പൺ എന്ന് പറയുന്നത് മേജർ സ്കെയിലാണ്. ശങ്കരാഭരണം നമ്മൾ പറയും, അതേപോലുള്ളൊരു മേജർ സ്കെയിലാണ് ഇരിക്കുക. അപ്പോൾ അതിൽ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു പദം പാടാം, ശൃംഗാരപദം. സുന്ദരൻ ലോക സുന്ദരൻ വരാഞ്ഞാലയേ ചൊൽക കിമ്മേ പ്രയോജനം മളിവേണി എന്തു ചെയ്വോ ഹന്ത ഞാൻ
ചെയ്വോ സുന്ദരൻ സുന്ദരൻ ലോക സുന്ദരൻ 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 ലോക സുന്ദരൻ വരാഞ്ഞാലയെ ചൊൽക കിമ്മേ പ്രയോജനം മളിവേണി എന്തു ചെയ്വോ ഹന്ത ഞാനിനി മാനിനി അളിവേണി എന്തു ചെയ്വോ സ്റ്റീഫൻ, ഒരു പോയം നമ്മൾ തുടങ്ങിയത് ഒരു ദേവീ സ്തുതി അല്ലെങ്കിൽ ഗണപതി സ്തുതി എന്നാണ്. നമ്മൾ ഫോക്ക് സോങ്ങിലേക്ക് പോയി, നമ്മൾ മേജർ സ്കെയിലിലേക്ക് പോയി, വെസ്റ്റേൺ ഹാർമണിയെക്കുറിച്ച് പരാമർശിച്ചു. നമ്മൾ ലവ് പോയിട്രിയിലേക്ക് വന്നു. സ്വാതിരനാൾ പദമായിരുന്നു നേരത്തെ. കുറിഞ്ചി എന്നുള്ള പദം ശൃംഗാരപദമാണ്, അത് ലവ് പോയമാണ്. അപ്പോൾ നമ്മൾ ഭാവങ്ങൾ മാറി മാറി നമ്മൾ വന്നിരിക്കുകയാണ്. ഇനി വളരെ വൈകാരികമായും നമ്മുടെ മനസ്സുകളെ തൊടുന്നതുമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പോയം കൂടി നമ്മൾ എത്തുമ്പോൾ ഒരു ഫുൾ സർക്കിൾ നമ്മളെല്ലാം കവർ ചെയ്ത മാതിരിയാവും. ഈ പോയം മഹ്മൂദ് ഡർവീഷ് എന്നുള്ള പാലസ്തീനിയൻ കവിയുടെയാണ്. അദ്ദേഹം 1941 ജനിച്ചു, 2008 മരിച്ചു. പാലസ്തീനിൻ്റെ നാഷണൽ പോയറ്റാണ് മഹ്മൂദ് ദർവീഷ്. അദ്ദേഹം ഐ ബിലോങ് ദേർ എന്ന് പറയുന്ന ഒരു കവിത രചിച്ചിട്ടുണ്ട്. പണ്ട് രചിച്ചതാണ്. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പൊക്കെ തന്നെ ഹമാസ് എന്നുള്ള അവിടുത്തെ സംഘടനയൊക്കെ അദ്ദേഹം തള്ളിപ്പറയുകയും ഹമാസ് അദ്ദേഹത്തിന് എഗൻസ്റ്റായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം മഹ്മൂദിൻ്റെ വളരെ ദർവീഷിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ഒരു പോയമാണ് ഇതിൻ്റെ ഏതാനും വരികൾ ഞങ്ങൾ ആലപിക്കുകയാണ്. ഞാനും സ്റ്റീഫനും കൂടെ അത് ഇവിടെ വെച്ച് തന്നെ പാടിത്തുടങ്ങുകയാണ്. നിങ്ങളുടെ എല്ലാം ശ്രദ്ധയ്ക്കായി
ഈ കവിത മഹമൂദ് ദർവീഷ്. I belong there, I belong there. I have many memories. I was born as everyone is born. I belong there. I have memories. I was born as everyone is born. I have a mother, a home with many windows. I have a mother, a house with many windows, brothers, friends, and a prison cell with a chilly window. I have lived on the land, I have lived on the land. I belong there, I have memories. I belong there, I have memories. I was born as everyone is born. I have lived on the land long before swords turned man into prey. And I cry so that a returning cloud might carry my tears. To break the rules I have learned, all the words needed for a trial by blood. I have learned and dismantled all the words in order to draw from them a single word. I have learned and dismantled all the words in order to draw from them a single word, which is home. My home, എൻ്റെ ദേശം എന്നാണ് ദർവീഷ് പറയുന്നത്. How do we close this? Happiness. സന്തോഷം ക്ലോസ് ചെയ്യാലോ? Lo 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 lo. Lo 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 lo. നീ മധുപകരു മലർ ചൊരിയോ നീ
നീ മധുകരോ ചൊരിയു അനുരാഗപൂർണതയേ നീ la 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 Once again, we have to sincerely thank Hortu's wonderful team. കഴിഞ്ഞ വർഷം I had a great time in Calicut. ഇപ്രാവശ്യം വേറൊരു ലെവലാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ താങ്ക് യു മനോരമ ഫോർ ഡൂയിങ് ദിസ് വണ്ടർഫുൾ ക്രിയേറ്റീവ് ഒരു എൻട്രി ടുവേർഡ്സ് കൊച്ചിയിൽ ഓൾറെഡി നിങ്ങളുണ്ട്, പക്ഷേ ദിസ് ഇസ് സംതിങ് അൺബിലീവബിൾ ഫോർ മീ. മ്യൂസിക്കിനെയും ആർട്ടിനെയും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വലിയൊരു ഗ്യാതറിങ് നമ്മുടെ നാട്ടുകാരെ ഒക്കെ ഒരുമിച്ച് കൂട്ടാൻ നിങ്ങൾ ചെയ്തിരിക്കുന്ന ഓരോ ഇനീഷ്യേറ്റീവും പറയാതിരിക്കാൻ പറ്റില്ല. സോ ഗോഡ് ബ്ലെസ് യു. ആൻഡ് എനിക്ക് ചേട്ടൻ്റെ കൂടെ കുറച്ച് നേരം കൂടി ഇരിക്കാൻ പറ്റിയത്, ഇത്ര നേരം ഇരിക്കാൻ പറ്റിയ സന്തോഷം. മ്യൂസിക്കിന് എന്താണെന്ന് വെച്ചാൽ എൻ്റേതായ രീതിയിൽ എനിക്ക് ഞാനൊരു ബാരിയർ വെച്ചിട്ടില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്കതിൽ വായിക്കാൻ ദൈവം ഒരു കടാക്ഷം തന്നിട്ടുണ്ട്. നിങ്ങൾ ഏത് പറഞ്ഞാലും എനിക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ചേട്ടന് കർണാട്ടിക് മാത്രമല്ല വെസ്റ്റേൺ അറിയാം. അതുകൊണ്ടാണ് ചേട്ടന് പല കാര്യങ്ങളും ചേട്ടൻ എൻ്റെ കൂടെ നിൽക്കുന്നത്. സോ ഐ എം സോ ഹാപ്പി. ഇതൊരു വളരെ സ്പെഷ്യൽ മൊമെൻ്റ് ആണ് എനിക്ക്. താങ്ക് യു Horthus for giving this opportunity. Thank you, Horthus, and thank you for this wonderful audience. I think you should give a clap to yourself. Atrayum bhangiyulla audience, and thank you so much. Thank you, Stephen, for this great fusion.